എല്ലാവർക്കും ചാരമടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ തനതായിട്ടുള്ള റെസിപ്പി ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്. അപ്പൊ എല്ലാവരും തന്നെ വീട്ടിൽ കൊഴുക്കട്ട ഉണ്ടാക്കുന്നവരായിരിക്കും. പക്ഷെ എല്ലാവർക്കും സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട കിട്ടാറുണ്ടോ? അപ്പൊ ഞാൻ ഇന്ന് കാണിക്കുന്ന നല്ല സോഫ്റ്റ് കൊഴുക്കട്ട കിട്ടാനുള്ള നല്ല റെസിപ്പി ആട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എന്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെൽ-ഐക്കൺ ഉണ്ടാവും, അതുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ വെക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ ഈ റെസിപ്പി തുടങ്ങിയാണ്. ആദ്യമായിട്ട് നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം തേങ്ങയാണ് ആവശ്യം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് തേങ്ങയാണ്. ഏകദേശം 3 കപ്പോളം ഉണ്ട് 250 ml കപ്പിന്. അതാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒത്തിരി ഫില്ലിംഗ് ഉള്ളിൽ വെക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും തേങ്ങ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒത്തിരി ഫില്ലിംഗ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തേങ്ങ കുറയ്ക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാനിവിടെ വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം അതുപോലെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 5 കുറ്റി വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചെറുതായിട്ട് ചിരകി വെച്ചിരിക്കുന്നതാണ്. ചിലർ ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് വെള്ളമൊക്കെ ഉരുക്കിയിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇവിടുത്തെ വെള്ളം നല്ല വെള്ളമാണ്, അതുകൊണ്ട് ആ വെള്ളം ഞാൻ ഉരുക്കാണ്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ചിരകിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഏലക്കാപ്പൊടിയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടത്തിലേക്ക് ഞാനൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്, ചുക്കുപൊടി. അപ്പോൾ ചുക്കുപൊടി കയ്യിലുള്ളവർ 1/2 ടീസ്പൂണോളം കൂടി ഇതിൻ്റെ അത് ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ നെഞ്ച് നേർന്ന പ്രശ്നമുള്ളവർക്ക് അതില്ലാണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ചുക്കുപൊടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫില്ലിംഗ് ആദ്യം റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മാവിന് കുഴച്ചെടുക്കാൻ പോകുന്നത്. കൈവച്ച് ഒന്നുകൂടി നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് ഒന്ന് ഇടുക്കി ചേരും അതിൽ. അപ്പോൾ അത് കാരണം കൈവച്ച് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് വേണം മാറ്റിവെക്കാനേ. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഇനിയാണ് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള മാവ് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പോളമുള്ള അരിപ്പൊടിയാണ്. ഈ അരിപ്പൊടിയിലാണ് നമ്മുടെ പ്രത്യേകത ഇരിക്കുന്നത്. നല്ല നൈസായിട്ടുള്ള നല്ല വറുത്ത അരിപ്പൊടി ആയിരിക്കണം നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്ന വെള്ളമാണ്. വെള്ളം എന്ന് പറയുന്നത് നല്ല തിളച്ച വെള്ളമായിരിക്കണം. തിളച്ച വെള്ളം അല്ലെങ്കിൽ നമ്മൾ മെനയാൻ നേരത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം നല്ല തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്, എത്ര പൊടിയാണ് എടുത്തിരിക്കുന്നത് അത്രയും തന്നെ വെള്ളം എടുക്കുക. ഇനി ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് രസം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ വെള്ളത്തിന് കറക്റ്റ് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് കറക്റ്റ് ആയിരിക്കുന്നതാണ്. അപ്പോൾ അത്രയും ഉപ്പൊന്നും കൂടെ ചേർത്ത് വെള്ളമാണ് ഞാൻ പൊഴിച്ചെടുക്കണത്. നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കണത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും. അപ്പം നമുക്ക് തവി കൊണ്ട് ഇളക്കി കൊടുക്കാം. ചൂടായി തുടങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ആ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി മാവ് കുഴച്ചെടുക്കണം. ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് മാവിന് പശ്ചിമ കൂടുതലാന്ന് തോന്നുന്നു, കയ്യിലൊക്കെ ഒട്ടുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ തടവിയിട്ട് ചെയ്തെടുക്കാം. അപ്പം ഞങ്ങളുടെ ഇപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഒട്ടുന്നില്ല. അങ്ങനെ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ തടവി കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. ഇനി എങ്ങനെയാണ് ഇത് മെനഞ്ഞെടുക്കുന്നതെന്ന് കാണിക്കാം. ആദ്യം നമ്മുടെ മാവിൽ നിന്ന് ഒരു ബോളാക്കി എടുക്കുക. ബോളാക്കി എടുക്കുമ്പോൾ ഒരു വലിയ നാരങ്ങയുടെ അത്രയും വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ സൈഡിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മെനയാന്നുള്ളത് പണ്ടത്തെ ആൾക്കാരൊക്കെ സ്ഥിരം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അമ്മയ്ക്കൊക്കെ ഇവിടെ നല്ല പ്രാക്ടീസാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. ആദ്യം സൈഡിൽ നിന്ന് തുടങ്ങി പിന്നെ നടുക്കോട്ട് വന്ന് ഒരു കുഴി പോലെ ആക്കിയെടുക്കുക. ഇങ്ങനെ ആക്കിയതിന് ശേഷം അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ നല്ല തിന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഫില്ലിങ് വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് സീൽ ചെയ്തെടുക്കണം. ഞാനിവിടെ 2 ടീസ്പൂണോളം ഉള്ള ഫില്ലിംഗ് ആണ് വെക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് പൊട്ടാതെ നന്നായിട്ട് സീൽ ചെയ്തെടുക്കണം. ഇനി സൈഡിലൊക്കെ പൊട്ടി പോകുന്നുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമുക്കത് മെനയുന്ന സമയത്ത് ഉരുളകളാക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി നിങ്ങളുടെ അരിക്ക് ഇച്ചിരി ഒട്ടൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കയ്യിൽ എണ്ണയാക്കിയിട്ട് മെനഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് പെട്ടെന്ന് തന്നെ കിട്ടിക്കോളൂ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം മെനഞ്ഞെടുക്കണം കേട്ടോ. ഉരുളകളാക്കി എടുക്കുക എല്ലാം. രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാകും.
നമ്മുടെ കൊഴുക്കട്ട എല്ലാം ഞങ്ങൾ ഉരുട്ടി തീർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റി എടുക്കാൻ വേണ്ട. അപ്പൊ ഞാനിവിടെ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റീമറൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ കൊഴുക്കട്ട വെച്ചതിന് ശേഷം ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ ആവി കയറ്റി എടുക്കണം കേട്ടോ. 25 മിനിറ്റിന് ശേഷം ഞാൻ കൊഴുക്കട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. കണ്ടോ, നല്ല അടിപൊളിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട ഉണ്ടാക്കണേന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഉപയോഗിച്ചൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ടില്ലാത്തവർക്കും ഇതുവരെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയാത്തവർക്കും ഈ റെസിപ്പി ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പീസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഞാൻ പുതിയ റെസിപ്പിയുമായിട്ട് വരും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പി കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ ചെയ്തിരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ബൈ ബൈ.